കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന 4ാമത്തെ ചാപ്റ്ററാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 4ാമത്തെ ചാപ്റ്ററിൽ കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അതിൽ ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ പഠിച്ചു, അതുപോലെ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി തമ്മിലുള്ള ഡിഫറൻസ് പഠിച്ചു. നമ്മൾ ഇന്ന് പുതിയൊരു ടോപ്പിക്കിലേക്ക് വരികയാണ്. ടോപ്പിക്കിൻ്റെ പേരാണ് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്താണെന്ന് നമുക്ക് ഇന്ന് നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ് ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റും കോൺസെൻട്രേഷനും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷനാണ്. അപ്പോൾ റേറ്റും അതുപോലെ കോൺസെൻട്രേഷനും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് എഫക്റ്റീവായിട്ട് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പം ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റിനെ എഫക്റ്റീവായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഉപയോഗിച്ചിട്ട് നമ്മളൊരു പുതിയ ഫോമിലേക്ക് മാറ്റും. അങ്ങനെ മാറ്റുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷനെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ റേറ്റും അതുപോലെ കോൺസെൻട്രേഷനും അലോങ് വിത്ത് ടൈം തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ 2 എണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് 0 ഓർഡറിൻ്റെയും അതുപോലെ ഫസ്റ്റ് ഓർഡറിൻ്റെയും. നമുക്ക് ആദ്യം ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ 0 ഓർഡറാണ് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ 0 ഓർഡറിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. കൺസിഡർ ദ റിയാക്ഷൻ R gives product. ഇങ്ങനെയൊരു റിയാക്ഷനിൽ R gives product എന്ന് പറയുന്ന റിയാക്ഷനിൽ differential rate equation can be represented as rate is equal to K into concentration of R raised to the power 0. അപ്പോൾ R raised to the power 0 കാണിക്കുമ്പോൾ ഇതിൻ്റെ അർത്ഥം ഇത് 0 ഓർഡർ റിയാക്ഷനാണ്. നമുക്കറിയാം R raised to the power 0 പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് ഈക്വൽ ടു 1 ആണ്. അതുകൊണ്ട് തന്നെ ഈ ഇക്വേഷനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു റേറ്റ് ഇസ് ഈക്വൽ ടു K. ഇനി നമ്മൾ ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ പോലെ തന്നെ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് റേറ്റ് റെപ്രസെൻറ്റേഷൻ റേറ്റ് ഇസ് ഈക്വൽ ടു ഇൻ ടേംസ് ഓഫ് റിയാക്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ മൈനസ് d/dt ഓഫ് R. അപ്പം ഈ ഒരു റേറ്റ് റെപ്രസെൻറ്റേഷൻ നമ്മൾ ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും മൈനസ് d/dt ഓഫ് concentration of R is equal to K. Minus d/dt of concentration of R is equal to K. Minus represent decrease in concentration, or we say that minus d/r is equal to K dt. ഈ ഒരു ഇക്വേഷൻ ഫോമിലാണ് നമ്മൾ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് അപ്ലൈ ചെയ്യും. dt മൈനസ് ഇൻ്റഗ്രേഷൻ ഓഫ് dr is equal to K into integration of dt. Then we know that integral dx is equal to x എന്ന് പറയുന്ന റിസൾട്ടാണ്. ഇൻ്റഗ്രൽ dx is equal to x ആണെങ്കിൽ നമ്മൾ ആ ഒരു റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കും മൈനസ് R is equal to K into ഇൻ്റഗ്രൽ dt എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ dxന് പകരം dt ആണ്. സോ റെപ്രസെൻറ്റ് KT. ഇതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു കോൺസ്റ്റൻറ്റ് കൊടുക്കും. ഇറ്റ്സ് ടേംഡ് ആസ് കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ I. That is minus R is equal to KT plus I. That is minus R is equal to KT plus I, where I is the constant of integration. Now when t is equal to 0,
അതായത് നമ്മൾ റിയാക്ഷനൊന്നും സ്റ്റാർട്ട് ചെയ്യാത്ത സമയത്ത് ടൈം ടി ഈസ് ഈക്വൽ ടു 0 ഇനീഷ്യലി നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് റെപ്രസെൻറ്റഡ് ആസ് R0. R0 represent initial concentration. The time t is equal to 0, concentration is equal to R0. ഈ representation നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും മൈനസ് R0. ദാറ്റ് ഈസ് കോൺസെൻട്രേഷൻ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ്. എപ്പോഴും ടൈം is equal to 0 plus I. Or we say that I is equal to minus R0. ഈ ഐയുടെ വാല്യൂവിനെ നമ്മൾ ഈ ഇക്വേഷനിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും മൈനസ് R ഈക്വൽ ടു കെ ടി മൈനസ് R0 or കെ ടി ഈക്വൽ ടു മൈനസ് R പ്ലസ് R0 or K is equal to R0 minus R divided by T. This equation represents integrated rate equation for zero order. K is equal to R0 minus R divided by T, where K is the rate constant, R0 initial concentration, R is the concentration after time t. ഇനി നമുക്ക് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് സീറോ ഓർഡർ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ നമ്മൾ നേരത്തെ ഇൻ്റഗ്രേഷൻ ചെയ്തപ്പോൾ കിട്ടിയൊരു ഇക്വേഷൻ ആയിരുന്നു മൈനസ് ആർ ഈക്വൽ ടു കെ ടി മൈനസ് R0. ഓർ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം ആർ ഈക്വൽ ടു മൈനസ് കെ ടി പ്ലസ് R0. Equation resemble equation of straight line. When we plot R versus T, we get y-intercept R0 and a slope minus K. So, plotting R versus T, we get a straight line graph with y-intercept R0 along with the slope minus K. So this is the graphical representation of zero order reaction. ഇനി നമുക്ക് integrated rate equation for first order reaction എന്താണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ സീറോ ഓർഡർ കണ്ടപോലെ തന്നെ ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ ഫോർ ഫസ്റ്റ് ഓർഡർ എഴുതിയിട്ട് അതിനെ നമ്മൾ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഉപയോഗിച്ച് ഇൻ്റഗ്രേറ്റഡ് ഇക്വേഷനിലേക്ക് മാറ്റാണ് ചെയ്യുന്നത്. അപ്പം ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ചെയ്യുന്നതിന് നേരത്തെ പോലെ തന്നെ നമ്മളൊരു റിയാക്ഷൻ കൺസിഡർ ചെയ്യുന്നു. കൺസിഡർ ദ റിയാക്ഷൻ where reactants gives products. ഇനി ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് റേറ്റ്സ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ആർ ടു ദി പവർ 1 ആയതുകൊണ്ട് നമ്മൾ ആർ തന്നെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഓർ നേരത്തെ ചെയ്തമായി തന്നെ മൈനസ് ഡി ഓഫ് ആർ ഡിവൈഡഡ് ബൈ ഡി ടി ഈക്വൽ ടു കെ ഇൻറ്റു ആർ. ഇനി ഈ ഡി ആർ അതുപോലെ ഇവിടെ ഒരു ആർ റെപ്രസെൻറ്റേഷൻ ഉണ്ട്. അപ്പോൾ ഇതിനെ ഒരേ ലെവലിലേക്ക് മാറ്റാം. സോ ദ ഇക്വേഷൻ ബിക്കം മൈനസ് ഡി ഓഫ് ആർ ഡിവൈഡഡ് ബൈ ആർ ഈക്വൽ ടു കെ ഇൻറ്റു ഡി ടി. ഈ ഇക്വേഷനെ നമ്മൾ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന് ഇതേമാക്കാം. സോ ഇസൻറ്റ് മൈനസ് ഓഫ് ഇൻ്റഗ്രേഷൻ ഡി ഓഫ് ആർ divided by r is equal to k into integration of dt. So dx by x
ഇൻ്റഗ്രേഷൻ ഓഫ് ഡി എക്സ് ബൈ എക്സ് എന്ന് പറയുന്നതിൻ്റെ റിസൾട്ടുണ്ട് ln x എന്നാണ്. അതായത് നാച്ചുറൽ ലോഗരിതമാണ് ln. സോ അപ്ലൈയിങ് ദാറ്റ് വി ഗെറ്റ് മൈനസ് ln r ഈക്വൽ ടു k. ഇൻ്റഗ്രേഷൻ ഓഫ് ഡി ടി നേരത്തെ നമ്മൾ കണ്ടതാണ്, ടി തന്നെയാണ്. സോ കെ ടി പ്ലസ് ഐ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഐ ഈസ് ദി കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. Now, നേരത്തെ ചെയ്ത മാതിരി തന്നെ സപ്പോസ് when time t is equal to 0, concentration of R represented as initial concentration R0. Substituting this into the above equation, we get minus ln R0 is equal to k into 0 plus I, or I is equal to minus ln R0. Substituting the value of I into the above equation, we get minus ln R is equal to kt minus ln R0, or kt is equal to ln R0 minus ln R. Natural logarithm ln can be converted to base 10 logarithm by multiplying with the 2.303. So we represent ln is equal to 2.303 log. Log means base 10 logarithm. So we get it as kt is equal to 2.303 that is, we get kt is equal to 2.303 log R0 minus log R. നമുക്കറിയാം log A minus log B is equal to log A by B. Substituting kt is equal to 2.303 log R0 divided by R, or k is equal to 2.303 divided by t log R0 divided by R. This equation represents integrated rate equation for first order. K is equal to 2.303 by t log R0 by R, where k is the rate constant, t is the time taken for the reaction, R0 initial concentration, starting concentration, and R represent in time എത്ര റിയാക്ഷൻ നടന്നിട്ട് ബാക്കി ലെഫ്റ്റ് കോൺസെൻട്രേഷൻ, ലെഫ്റ്റ് കോൺസെൻട്രേഷനാണ് ആറ്. അവിടെ കംപ്ലീറ്റ് ആ റിയാക്ഷൻ നടന്നു കഴിഞ്ഞിട്ട് അവിടെ ബാക്കി വരുന്ന കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ആണ് ആറ്. സോ ദിസ് ഇസ് ദി integrated rate equation for first order. K is equal to 2.03 by t log R0 by R. ഇതിൻ്റെ ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഇക്വേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. ഇക്വേഷൻ ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസ് ചോദിക്കും. സീറോ ഓർഡറും ഫസ്റ്റ് ഓർഡറും ഡെറിവേഷനും അതുപോലെ പ്രോബ്ലംസ് ചെയ്തു പഠിക്കും. ഇനി നമുക്ക് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. നമുക്ക് ആ ഇക്വേഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വന്നൊരു ഫോമാണ് മൈനസ് ln R is equal to kt minus ln R0, or ln R is equal to minus kt plus ln R0. അപ്പോൾ ഈ ഇക്വേഷൻ ഒരു സ്ട്രേറ്റ് ലൈൻ ഇക്വേഷൻ പോലെയാണ്. സോ വെൻ വി പ്ലോട്ട് ln R വേഴ്സസ് t, we get a y-intercept ln R0 along with the slope minus k. So when we plot a graph another ln R versus t, a straight line graph with the y-intercept ln R0 and slope is equal to
മൈനസ് കെ. ഈ ഇക്വേഷൻ തന്നെ നമുക്ക് ബേസ് 10 ലോഗരിതത്തിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ log r is equal to minus kt by 2.03 plus log r0 എന്ന് വരും. ഇതും ഒരു സ്ട്രേറ്റ് ലൈൻ ഇക്വേഷൻ ഫോമാണ്. സോ ഇതേമാതിരി ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ ലോഗ് ആർ വേഴ്സസ് ടി റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ സ്ട്രേറ്റ് ലൈൻ ഗ്രാഫ് തന്നെയാണ് കിട്ടുന്നത്. അലോങ് വിത്ത് y ഇൻ്റർസെപ്റ്റ് ലോഗ് r0 സ്ലോപ്പ് മൈനസ് കെ ബൈ 2.303 ആണ്. ഇവിടെ മൈനസ് കെ ആണ് സ്ലോപ്പ്, ഇവിടെ മൈനസ് കെ ഡിവൈഡഡ് ബൈ 2.303. ഇനി ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ വേറൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. നമുക്കറിയാം ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഇൻ്റഗ്രേറ്റഡ് ഇക്വേഷനാണ് കെ ഇസ് ഈക്വൽ ടു 2.303 ഡിവൈഡഡ് ബൈ ടി ലോഗ് r0 ഡിവൈഡഡ് ബൈ ആർ. അപ്പോൾ ആ ഇക്വേഷൻ നമുക്ക് ലോഗ് r0 ബൈ ആർ ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ലോഗ് r0 ബൈ ആർ ഇസ് ഈക്വൽ ടു കെ ടി ഡിവൈഡഡ് ബൈ 2.303. നമ്മൾ ലോഗ് r0 ബൈ ആർ വേഴ്സസ് ടി ഗ്രാഫ് റെപ്രസെൻറ്റ് ചെയ്യുമ്പോഴും നമുക്കൊരു സ്ട്രേറ്റ് ലൈൻ ഗ്രാഫ് തന്നെയാണ് കിട്ടുക. സോ വെൻ വി പ്ലോട്ട് ലോഗ് r0 ബൈ ആർ വേഴ്സസ് ടി വി ഗെറ്റ് എ സ്ലോപ്പ് k divided by 2.303. A straight line graph ആണ്. Along with the slope is equal to k divided by 2.303. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ആണ് പഠിച്ചത്. ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ സീറോ ഓർഡർ നമ്മൾ ഡെറൈവ് ചെയ്തു. ഡെറിവേഷൻ പഠിച്ചു വയ്ക്കുക എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. അതുപോലെ ഇക്വേഷൻ k is equal to r0 minus r divided by t എന്ന് പറയുന്ന ഇക്വേഷനാണ്. അതേമാതിരി ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ നമ്മൾ പഠിച്ചു. അതിൻ്റെ ഡെറിവേഷൻ എന്തായാലും പഠിച്ചു വയ്ക്കുക. തീർച്ചയായും ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഡെറിവേഷൻ ചോദിക്കും. അതിൻ്റെ ഇക്വേഷൻ ഇതാണ് k is equal to 2.303 divided by t log r0 divided by r.